മോദിക്ക് ബമ്പർ അടിച്ചു എന്നാണ് പറയുന്നത്. സാധാരണ ഈ മോദിക്ക് ബമ്പർ അടിക്കുമ്പോഴൊക്കെ ഈ ലോട്ടറി എന്നല്ല ഉദ്ദേശിച്ചത്, വലിയ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ എതിർകക്ഷി നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. അവർക്ക് വലിയ ഭയമാണ്. കാരണം ഇനിയും BJP തന്നെ അധികാരത്തിൽ വരുമോ എന്നൊക്കെ ഉള്ളത്. ഇപ്പോ വലിയ രീതിയിലുള്ള നേട്ടം, മോദിയുടെ മാസ്റ്റർ പ്ലാൻ ഒക്കെ വിജയിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് സംഭവം? ഇത് അടിച്ചിരിക്കുന്ന ബമ്പർ അല്ല, അത് മെഗാ ബമ്പർ, സൂപ്പർ ബമ്പറാണ് അടിച്ചേക്കുന്നത്. അതായത് അമേരിക്കയെ കുറിച്ച് എന്താ പൊതു അഭിപ്രായം? അമേരിക്ക ലോക പോലീസാണ്, ലോകത്തെ ശക്തിയായ രാജ്യങ്ങളിൽ ഒന്നാണ്. എല്ലാ വ്യാപാര ബന്ധത്തിലും എല്ലാ രീതിയിലും അമേരിക്ക മുന്നിലാണ്. അതെ, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അവിടേക്കുള്ളൊരു വിപണി സാധ്യത എങ്ങനെയാണ്? വിപണി ഇന്ത്യൻ വിപണിയുടെ അത്ര ഇതാണോ അമേരിക്കൻ വിപണി? അതായത് അമേരിക്ക എന്ന് പറയുന്ന ഒരു സമ്പന്ന രാഷ്ട്രമാണ് അല്ലേ? അതെ. അവര് എന്ത് കൊടുത്താലും വാങ്ങാനും തയ്യാറാണ്. അതെ. നമ്മൾ കൊടുക്കാനും തയ്യാറാണെങ്കിലോ നല്ല രസമായിരിക്കും അല്ലേ? നല്ല രസമായിരിക്കും. അപ്പൊ കൊടുക്കൽ വാങ്ങൽ. യെസ്. അപ്പൊ ആ ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ എത്തുന്നത്. അതായത് അമേരിക്കൻ വിപണി എന്ന് പറയുന്ന വിശാലമായ ലോകം ഇന്ത്യൻ വ്യവസായികൾക്ക് മുമ്പിൽ തുറന്നിടുകയാണ് ട്രംപ്. അപ്പോൾ ഏതാണ്ട് എല്ലാ വ്യാപാര കടമ്പകളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുന്നു എന്നാണ് ട്രംപിന്റെ നിലപാട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ ചുങ്കോ അത് പറയട്ടെ, പക്ഷെ ഇത് അത്ര എന്താ പറയുക ചിന്തിക്കാനാവുന്ന കാര്യമല്ല. എന്നാലും അതിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം ഈ പറയുന്ന റെസിപ്രോക്കൽ ടാക്സ് എന്നാണ് ട്രംപ് അതിനെ വിശേഷിപ്പിച്ചത്. ഈ പകരച്ചുങ്കം. ഇന്ത്യക്ക് 26%, ചൈനയ്ക്ക് 130% ഒക്കെയാണ് ട്രംപ് ചുമത്തിയിരുന്നത്. എന്നാൽ നേരത്തെ ഉള്ള ബേസ് ലൈൻ താരിഫ്, അതായത് നേരത്തെ നിലവിലുള്ള ടാക്സ് എന്ന് പറഞ്ഞാൽ 10%, അത് അങ്ങനെ തന്നെ നിൽക്കേ, അത് 26% മാറ്റിയിരുന്നു. അത് ഈ പറയുന്ന 9-ാം തീയതിക്കുള്ളിൽ നടപ്പിലാക്കണമെന്നായിരുന്നു ട്രംപിന്റെ തീരുമാനം, ഈ വരുന്ന ജൂലൈ 9. എന്നാൽ ഇന്ത്യയുമായിട്ടുള്ള ചില ധാരണകളുടെ പുറത്ത് അത് നടപ്പിലാക്കുന്നത് ഇപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചേക്ക് 26%. എന്നാൽ അതിന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഈ 9-ാം തീയതിയാണ്. അതിനുശേഷം ആ 26% ടാക്സ് നടപ്പിലാക്കും എന്ന് തന്നെയാണ് ട്രംപിന്റെ തീരുമാനം. പിന്നെ ഒരു ഫെഡറൽ കോടതി വിധിയുണ്ട് അത് സ്റ്റേ ചെയ്യാനാണ്. എന്നിരുന്നാലും അത് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് അതിനെ ഫെഡറൽ കോടതികൾക്ക് പ്രസിഡന്റിന്റെ ഉത്തരവുകളിൽ ഇടപെടാൻ അധികാരം ഇല്ല എന്ന തരത്തിലൊരു വിധി വന്നു. അതുകൊണ്ട് ട്രംപിന് ഇപ്പോൾ അത് വേണമെങ്കിൽ നടപ്പിലാക്കാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 9-ാം തീയതിക്ക് ശേഷം നമ്മൾ എന്ത് സാധനം അങ്ങോട്ട് കയറ്റി അയക്കണമെങ്കിലും 26% ടാക്സ് കൊടുക്കണം. അതാണ് അവസ്ഥ. എന്നാൽ അതിനു മുമ്പ് 8-ാം തീയതി, 9-ാം തീയതിയാണ് ആ ടാക്സിന്റെ കാര്യം വരുന്നതെങ്കിൽ 8-ാം തീയതി ഇന്ത്യ അമേരിക്ക ആയിട്ടുള്ള വ്യാപാര കരാർ നിലവിൽ വരുമെന്നാണ് ഇപ്പോഴത്തെ വാർത്ത. അപ്പൊ ഈ കരാറ് പ്രകാരം ഒട്ടുമിക്ക സാധനങ്ങൾക്കും നികുതി ഇല്ലാണ്ട് അമേരിക്കയിലോട്ട് നമുക്ക് കയറ്റുമതി ചെയ്യാം. പ്രധാനമായിട്ടും വ്യാവസായിക ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്കാണ്. അപ്പം ഇത് സംബന്ധിച്ചുള്ള ധാരണ, എന്തൊക്കെയാണ് നിബന്ധനകൾ, മറ്റു കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള രണ്ടുപേരും പരസ്പര ധാരണയായിട്ടുണ്ട്. ഇന്ത്യയുടെ കൊമേഴ്സ്, അതായത് വാണിജ്യ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമാണ് അമേരിക്കയിലുള്ള സംഘവുമായിട്ട് ഒരു മാരത്തോൺ ചർച്ച ഇത് സംബന്ധിച്ച് പൂർത്തിയാക്കിയത്. ഈ ഇന്ത്യൻ സംഘം അമേരിക്കയിൽ ചെന്ന് അവിടെയുള്ളവരുമായിട്ട്, അവിടുത്തെ വ്യാപാര പ്രതിനിധികളുമായും അവിടുത്തെ സർക്കാരിൻ്റെ പ്രതിനിധികളും അടക്കമുള്ളവരുമായിട്ട് ചർച്ച നടത്തി ഓരോ ഇനങ്ങൾക്കും സ്വീകരിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകം ചർച്ച ചെയ്താണ് ഈ ഒരു ധാരണയാക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം ഇന്ത്യ കുറേയധികം ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രധാനമായും ചില വ്യാവസായിക ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിക്കൽ വെഹിക്കിൾ, അതായത് നമ്മുടെ കറണ്ടിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുണ്ടല്ലോ അത്, പിന്നെ ഡെയറി ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ പാല്, തൈര്, മോര് അതേപോലുള്ള സാധനങ്ങൾ, പിന്നെ ആപ്പിൾ, നമ്മുടെ കാർഷിക വിഭവങ്ങളിൽ പെടുന്നതാണ് ആപ്പിൾ, അതേപോലെ തന്നെ ട്രീ നട്ട്സ്, അതായത് നമ്മുടെ കശുവണ്ടി അതേപോലുള്ളതൊക്കെ ഉണ്ടല്ലോ, നട്ട്സ് എന്ന് പറയുക. അതിന് മലയാളത്തിൽ എന്താ പറയുക? ഇല്ല, കിട്ടിയില്ല, പോട്ടെ. നട്ട്സ്. പിന്നെ മറ്റേ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ഇതിന്. അത് ഏലം, കുരുമുളക്, അത് പോട്ടെ. സ്പൈസസ്. നട്ട്സ് എന്ന് പറഞ്ഞാൽ നാണ്യങ്ങളോ അങ്ങനെയാണ്. പോട്ടെ, അത് നമുക്ക് വിട്. നമ്മുടെ കശുവണ്ടി പോലുള്ള സംഗതികൾ പോട്ടെ. പിന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, അതായത് നമ്മൾ ഈ ജനിതക വ്യതിയാനം വരുത്തി ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഈ പുതിയ തലമുറയിലെ വഴുതന, വെണ്ട അതേപോലുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, കുറേ അധികം പ്രൊഡക്ഷൻ കിട്ടുന്ന ടൈപ്പ് സാധനങ്ങൾ. അതിന് ചില രാജ്യങ്ങളിലെ കർശന നിയന്ത്രണമുണ്ട് കേട്ടോ. കാര്യം ഇതിന് ജനിതക പരിണാമം വരുത്തിയതായിരുന്നു. എന്നാൽ അമേരിക്കയിൽ ആ പ്രശ്നമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഇളവുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക സാധനം
നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഡയറി ഉൽപ്പന്നങ്ങൾക്ക്, അതായത് നമ്മുടെ പാല്, തൈര്, മോര് അതേപോലുള്ള ഡയറി ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അവയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ലോക മാർക്കറ്റിൽ ഇളവുകൾ തേടി പോകുന്നു. അമേരിക്കൻ വിപണിയിലാണ് അത് ആദ്യമായിട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ ചില സാധനങ്ങൾക്ക് നമ്മൾ നികുതി ഇളവുകൾ ആവശ്യപ്പെട്ടുള്ളതിൽ പ്രധാന സംഗതികൾ ഇനിയുണ്ട്. ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, ലെതർ, പ്ലാസ്റ്റിക്, കെമിക്കൽസ്, ചില രാസവസ്തുക്കൾ, ഷ്രിമ്പ് അതായത് നമ്മുടെ ചെമ്മീൻ, പിന്നെ ഓയിൽ സീഡ്സ്, എണ്ണക്കുരുക്കൾ, അതായത് നമ്മുടെ പാം ഓയിൽ അതേപോലുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, സൺഫ്ലവർ ഓയിലിൻ്റെയൊക്കെ സീഡ്സ്, അതൊക്കെയാണ്. പിന്നെ ഗ്രേപ്സ്, നമ്മുടെ മുന്തിരിങ്ങ, പിന്നെ ബനാന, നമ്മുടെ വാഴപ്പഴം, ഇങ്ങനെ വലിയ ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റ് കുറേ ഉണ്ട്. അപ്പോൾ ഇത് പ്രകാരം കുറേ അധികം ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് നികുതി ഇളവ്, നേരത്തെ പറഞ്ഞ 26% എന്ന് പറഞ്ഞുണ്ടല്ലോ, അതിൽ നിന്ന് ഈ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇനിയും ഇത് ഞാൻ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, കുറേ അധികം ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവുകൾ കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നമ്മുടെ രണ്ട് വലിയ മാന്ദ്യങ്ങളെ അഭിമുഖീകരിച്ചതാണ് നമ്മുടെ വിപണി. അതായത് ഒന്ന് ആഗോള സാമ്പത്തിക മാന്ദ്യം, കൊറോണ. ഇതിനുശേഷം വ്യാവസായിക മേഖലയിലും നമ്മുടെ മൊത്തത്തിലും ഒരു വല്ലാത്തൊരു മാന്ദ്യം അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് അമേരിക്കയിൽ ഇതിൻ്റെ ഡബിളാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് അവർ അവിടെ ഡോളറിൻ്റെ മൂല്യം ഇടയ്ക്കൊക്കെ താഴോട്ട് പോയി അവർ സ്വന്തമായിട്ട് തന്നെ ഈ ചെലവ് ചുരുക്കൽ നയങ്ങളിലേക്ക് അമേരിക്ക പോയൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അനുകൂല സ്ഥിതിയാണ് അവിടെ ഉള്ളത്. കാര്യം അവർക്ക് ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു മാർക്കറ്റാണ് ഇന്ത്യ. കാര്യം ഇവിടുന്ന് നമുക്ക് ഇപ്പോഴത്തെ അമേരിക്കൻ ഡോളറിൻ്റെ വില ഏതാണ്ട് 85 രൂപ സംതിങ് ആണ്. അപ്പോൾ അവിടുന്ന് $1 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അതിന് 85 രൂപ മൂല്യം കണക്കാക്കുന്നു. അപ്പോൾ അവിടെ $1 മുടക്കുമ്പോൾ ഇവിടുന്ന് 85 രൂപയുടെ സാധനങ്ങൾ വാങ്ങാമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയൊരു സാധ്യതയാണ് ഇന്ത്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കുറെ കൂടി ഈ വിപണി തുറന്നു കൊടുക്കുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് നേട്ടമാണ്, നമുക്ക് കുറേയധികം ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ പരമ്പരാഗത വ്യവസായങ്ങൾക്കും കാർഷിക മേഖലകൾക്കും ചെറുകിട വ്യവസായശാലകൾക്കും ഒക്കെ നല്ലൊരു വിപണി ഇപ്പോൾ തുറന്നു കിട്ടുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ചൈനയ്ക്കും ഇതേപോലെ സമാനമായ ഒരു വ്യാപാര കരാറിനെ കുറിച്ച് ട്രംപ് നേരത്തെ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ ചൈനയുമായിട്ട് വലിയ രീതിയിലൊരു വ്യാപാര യുദ്ധം നിലനിന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കരാറിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു സുഖകരമല്ലാത്ത ഒരു അന്തരീക്ഷം നിൽക്കുന്ന ഒരു രാജ്യത്തിന് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചുള്ളൊരു പരിഗണന കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ചൈനയെ അപേക്ഷിച്ച് കുറെ കൂടി ഉദാരമായ വ്യവസ്ഥകൾ ഇന്ത്യക്ക് പ്രതീക്ഷിക്കാമെന്നാണ് ഈ കരാറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതേസമയം കാനഡയുമായിട്ടും ഇതേപോലൊരു വ്യാപാര കരാറിനെ കുറിച്ച് ട്രംപ് ചർച്ച ചെയ്തിരുന്നു. പക്ഷെ കാനഡ അവരും ഇപ്പോൾ അമേരിക്കയായിട്ട് അത്ര രസകരമായൊരു ബന്ധത്തിലല്ല. ആ കാനഡ അമേരിക്കയ്ക്കൊപ്പം ചേരണമെന്നാണ് ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ ഇത് സംബന്ധിച്ച് രണ്ട് നേതാക്കൾ തമ്മിലും ചെറിയ ഉണ്ടയില്ലാ വെടികളൊക്കെ പൊട്ടിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാനഡയോടും അത്ര മൃദു സമീപനം എടുക്കാൻ ട്രംപ് സാധ്യതയില്ല. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ അതല്ല, കുറെ കൂടി ഉദാരമാണ് കാര്യങ്ങൾ, കുറെ കൂടി അതുകൊണ്ട് അതിൻ്റെ ആത്യന്തികമായ പ്രയോജനം ഇന്ത്യയിലെ വ്യവസായികൾക്ക് കിട്ടും.